അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുരുവട്ടൂരിയൻ വ്യാജന്മാരെ സംബന്ധിച്ച് നമ്മളൊരുപാട് സംസാരിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നടന്ന അജ്ഞത, അതിനെ സഹതാപപൂർവം നമ്മൾ പ്രതികരിക്കുകയാണ്. അവരോട് നമുക്ക് സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം ഒരു വിഭാഗത്തെ അല്ലാഹു തആല ഈ രൂപത്തിൽ പരീക്ഷിക്കുകയാണല്ലോ. അവരോടും അതിൽ പെട്ടുപോയവരോടും നമുക്ക് നന്മ മാത്രമാണ് കാംക്ഷിക്കാനുള്ളത്. അവരും നന്നാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ഒക്കെ ആകെയുള്ള കൈമുതൽ എന്ന് പറയുന്നത് അറിവില്ലായ്മ മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയെ സംബന്ധിച്ചും തസവ്വുഫിനെ സംബന്ധിച്ചും യാതൊന്നും അറിയില്ല എന്നത് പലപ്പോഴും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. മഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സംസാരം കേട്ടുകഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടും എന്തുമാത്രം അജ്ഞതയിലാണ് ആ ഒരു ടീം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ കാര്യമായി പറഞ്ഞത് ഖുതുബുൽ ആലം എന്ന ഒരു പദപ്രയോഗത്തിലാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 10-12 കൊല്ലമായി ഇദ്ദേഹം നടത്തുന്ന ഈ കളവുകളും വഞ്ചനകളും അതുപോലെ വെല്ലുവിളി എന്ന പേരിൽ നടത്തുന്ന അട്ടഹാസങ്ങളുമൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. പക്ഷേ ഒരു 1052 ഗണനത്തിലൂടെ നമ്മൾ ഈ ഒരു വിഭാഗത്തെ നേരിടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. പത്തി താഴ്ന്നുപോയി, വെല്ലുവിളിയുടെ ഗർജനത്തിൻ്റെ ശബ്ദം കുറഞ്ഞുപോയി. ആദ്യം ഇമാമുകളുടെ കിതാബുകൾ അട്ടിക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നമ്പറിട്ട് കൊണ്ട് വായിക്കുകയായിരുന്നു. വായിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നിവാസം അർത്ഥം വെക്കാം. ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് നടന്നിരുന്ന മൗലവിയെ ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ വിവരക്കേട് തുറന്നു കാട്ടിയപ്പോൾ ഇപ്പോൾ ഒറ്റ കിതാബും മൗലവിക്ക് വായിക്കാൻ ധൈര്യമില്ല. പിന്നെയോ ഇപ്പം ആകെപ്പാടെയുള്ളത് മജീദ് സഖാഫി എഴുതിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാം ഇമാമുകളുടെ കിതാബ് വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഗണനമായിരുന്നു. ഞാൻ ആ ഗണ്ണിച്ചതിനെയൊന്നും ഗണ്ണിക്കാൻ മൗലവിക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് കിതാബിൻ്റെ അർത്ഥം അത് ശരിയല്ല, അത് ഇന്ന കാരണങ്ങളെ കൊണ്ട് ശരിയല്ല എന്ന് പറയാൻ മൗലവിക്ക് കഴിയുന്നില്ല. അത് കഴിയൂല്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഞാൻ എഴുതിയ ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ എഴുതി. 2 വാള്യങ്ങളിലായി 1400-ലധികം പേജുകളുണ്ട്. ആ ഗ്രന്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതിനെയും ദുർവ്യാഖ്യാനിക്കുകയാണ്. ഇത് ഈ മൗലവിമാരുടെ അങ്ങേയറ്റത്തെ ഗതികേട് എന്നല്ലാതെ നമുക്കതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഖുതുബുൽ ആലം എന്ന പദപ്രയോഗം മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ദറജ, ആ ദറജ എന്താണ് എന്ന് പറയേണ്ടത് ആരാണ്? അത് നമ്മുടെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞു, അയിമ്മത്തുകൾ നേരത്തെ വിശദീകരിച്ചു. നമ്മുടെ ഇക്കാലഘട്ടത്തിലുള്ള നമ്മുടെ പർവ്വത സമാനരായ നമ്മുടെ പണ്ഡിതന്മാർ അത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്താണ് ഔലിയാക്കളുടെ പദവി എന്താണ് എന്ന് അറിയുന്നത്? ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. ഒരു വലിയനെ സംബന്ധിച്ച് പറയാൻ യോഗ്യത മറ്റൊരു വലിയനെ പറ്റുള്ളൂ. വേറെ ഒരാൾക്കും ഒരു വലിയൻ്റെ പദവി ഇന്നതാണ് എന്ന് അവർക്ക് തമാശ കളിക്കാനുള്ളതല്ല ഔലിയാക്കൾ. അങ്ങനെ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരു യോഗ്യതയുമില്ലാതെ ഔലിയാക്കൾ കയറി കളിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ആഖിബത്ത് മോശമായി പോകും, കാഫിറായി ചത്തുപോകും എന്ന് വരെ നമ്മുടെ അയിമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആ അയിമ്മത്തിൻ്റെ വിശദീകരണമാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു വലിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പദവി ഇന്നതാണ് എന്ന് പറയുന്നതിൽ എക്കാലഘട്ടത്തിലും സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തിരുന്ന വിഷയമാണ്. അതിനെയാണ് ഇത്തരത്തിലുള്ള വ്യാജന്മാർ എല്ലാ തെരുവുകളിലും മൈക്ക് കെട്ടി അതിനെ നിസ്സാരവൽക്കരിച്ചത്. ഏത് ഔലിയാക്കളുടെ പേരിലും ഇവർക്ക് തോന്നിയ ഒരു വിശേഷണം അങ്ങോട്ട് പറഞ്ഞു വിടുക, എന്നിട്ട് ആ വലിയനെ നിസ്സാരപ്പെടുത്തുക, ഔലിയാക്കളെ പരിഹസിക്കുക, ഔലിയാക്കളെ പരിഹസിക്കാൻ പുത്തൻവാദികൾക്ക് വടികൊടുക്കുക. ഇങ്ങനെയുള്ള ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥാവിശേഷം കടന്നു വന്നത് ഒരു വലിയ ആ മഹാനായ വലിയൻ്റെ പദവി എന്താണ് എന്ന് അറിയുന്നവർക്ക് മാത്രമാണ് അത് പറയാൻ പാടുള്ളൂ. അല്ലാത്തവർ പറഞ്ഞാൽ ഒരുപക്ഷേ ആ വലിയൻ്റെ ദറജ അതിനേക്കാൾ കൂടിയതാണെങ്കിൽ ആ വലിയൻ്റെ പദവി കുറച്ചു എന്ന കാരണം അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ താഴ്ന്ന പദവിയാണെങ്കിലോ ഇല്ലാത്ത ഒന്നിനെ പറഞ്ഞു, അതും വലിയ തെറ്റാണ്, അത് ആ വലിയ ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ ലോകമെന്നത് വളരെ വിശാലമായ ലോകമാണ്, അതിനെ നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ഉലമാ വിശദീകരിച്ചപ്പോൾ ഈ മൗലവി നമ്മുടെ പണ്ഡിതന്മാരെ ഒരു വിവരവുമില്ലാതെ പരിഹസിക്കുകയാണ്. പരിഹാസം എന്നത് ജാഹിലീങ്ങൾക്ക് പറഞ്ഞതാണല്ലോ. ഇത് നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഖീദയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ദറജ എന്താണ് എന്ന് പറയാനുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കും ഇല്ല. അതിന് യോഗ്യതയുള്ള മഹാന്മാരായ വിലായത്തിൻ്റെ പദവിയുള്ളവർ പറയണം. അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസനീയമായ രൂപത്തിൽ തെളിവ് സഹിതം കിട്ടിയവർക്ക് അങ്ങനെ പറയാം. ഒരാൾക്ക് കിട്ടിയെന്നതുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. അത് ഇസ്ലാമിൻ്റെ റിവായത്തിൽ ഇസ്ലാമിക നിലപാട് അറിയാത്തത് കൊണ്ടാണ്. ഒരു ഇമാമ് ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹായിട്ടും അതേ ഹദീസ് വേറൊരാൾ ദുഈഫായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ടാകും. രണ്ടുപേർക്കും കിട്ടിയ റിവായത്തിലുള്ള വ്യത്യാസമാണത്. ഇന്ന ഇമാം അത് ശരിയാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തേ മറ്റേ ആളത് ദുഈഫാക്കിയത് എന്ന് പറഞ്ഞ് ഇമാമുകളെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു ശൈലി ഇസ്ലാമിൽ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ ഭാഗം ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ ദറജ ഖുതുബുൽ ആലമാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള വടകര മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവർ പറഞ്ഞു എന്ന് വിശ്വസനീയമായ രൂപത്തിൽ വിവരം കിട്ടിയവരുണ്ടെങ്കിൽ അവർക്കങ്ങനെ പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട ചിലർ ഖുതുബുൽ ആലം എന്ന് CM വലിയുല്ലാഹി തങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ പർവ്വത സമാനമായൊരു വിഷയമാക്കി പറയേണ്ടതില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ജഹാലത്താണ്. പൊന്മള മുഹ്യിദ്ദീൻ കുട്ടി ബാഖവിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ശകലം കൊണ്ടുവരുന്നുണ്ട്. ഈ രൂപത്തിൽ പ്രയോഗം നടത്തിയ ഒരു ശകലം അതേ സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസികൾക്കിടയിൽ അതിനൊരു വലിയ സംഭവമായി കാണുന്നില്ല. കാരണം വിശ്വസനീയമായ രൂപത്തിൽ അങ്ങനെ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളെപ്പോലുള്ള വിലായത്തിൻ്റെ അഹിലുകാർ പറഞ്ഞു എന്ന വിവരം കിട്ടിയവർക്ക് അങ്ങനെ പ്രയോഗിക്കാം. വിശ്വസനീയമായി അങ്ങനെ കിട്ടാത്തവർ അങ്ങനെ പറയുകയും ചെയ്യില്ല. കാരണം അവർ ഭയപ്പെടുന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ദറജ ഒരുപക്ഷെ അതല്ലെങ്കിൽ കുടുങ്ങിപ്പോകുമല്ലോ എന്ന ഭയമാണ്. അത് ഔലിയാക്കളോടുള്ള മഹബത്തിൻ്റെയും തഅലീമിൻ്റെയും ഭാഗമാണ്. അതിൻ്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ ഇസ്ലാമിൽ നിയമമല്ല, അത് കടുത്ത ഹറാമുമാണ്. എന്നിട്ട് ത്വരീഖത്ത് എന്ന് പേരും പറഞ്ഞ് ഉലമായിനെ ചീത്ത പറയുന്നത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ, അപ്പോൾ ഖുതുബുൽ ആലം എന്ന് CM വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് പ്രയോഗം നടത്തി ആര്? വടകര മുഹമ്മദ് ഹാജി തങ്ങളെപ്പോലുള്ള വിലായത്തിൻ്റെ ആളുകൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് വിശ്വസനീയമായ രൂപത്തിൽ വിവരം കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വിവരപ്രകാരം അവരാ പ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പഠിക്കണം. മജീദ് സഖാഫി ഖുതുബുൽ ആലം എന്ന് പ്രയോഗം നടത്തി, അത് അദ്ദേഹത്തിന് ആ രൂപത്തിൽ വിവരം കിട്ടിയത് കൊണ്ടാണ് എന്ന്
ആ കിതാബിൽ തന്നെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റുള്ളവരങ്ങനെ പ്രയോഗം നടത്തിയാൽ അവർക്കങ്ങനെ വിവരം കിട്ടിയത് കൊണ്ടാണ്. അപ്പം ആ വിവരം കിട്ടിയതനുസരിച്ച് അത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെയും പഠിക്കണം നമ്മൾ. അത് ഈ കുരുവട്ടൂര്യൻ വ്യാജന്മാരെ പോലുള്ള കക്ഷികൾക്ക് അതിൻ്റെയും അർത്ഥം മനസ്സിലായിട്ടില്ല. എന്താണ് മഹാന്മാരുടെ അത്തരം പ്രയോഗങ്ങളുടെ അർത്ഥമെന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഖുതുബുൽ ആലം, ആലമിൻ്റെ മൊത്തം ഖുതുബ്, അള്ളാഹു അല്ലാത്ത ആലമായി എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം ഖുതുബ് എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും നമുക്ക് റസൂലാണ്, ലോകത്തിന് മുഴുക്കയും അവിടുന്ന് റസൂലാണ്. ആ റസൂലുള്ളാഹി തങ്ങളുടെയും ഖുതുബ് എന്ന് സിയം വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ സിയം വലിയുള്ളാഹി തങ്ങളത് പൊരുത്തപ്പെടുമോ? ഇല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ഈ ആലമുദ്ദുനിയയിലുള്ള മഹാനല്ലേ? ബഹുമാനപ്പെട്ട ഈസാ നബിയുടെയും ഖുതുബാണ്, അവിടത്തെയും നിയന്ത്രിക്കുന്ന ഖുതുബാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഇന്നും ഹയാത്തിലുള്ള അമ്പിയാക്കളില്ലേ? അപ്പോൾ ആ നബിമാരെ അടക്കം നിയന്ത്രിക്കുന്ന അവരുടെയൊക്കെയും ഖുതുബാണ് എന്നൊരു വലിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വലിയ പൊരുത്തപ്പെടൂല. ആ വലിയനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് ആ വലിയനെ ബഹുമാനിക്കലല്ല. അപ്പം പിന്നെ ഈ ഖുതുബുൽ ആലം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മുടെ ഉലമാ പഠിപ്പിച്ചത്. ഖുതുബുൻ ഫിൽ ആലം, ആലമിൽ ഉള്ള ഒരു ഖുതുബ്. ഒരു ഖുതുബ് എന്ന് പറയുമ്പോൾ ചുരുക്കലാവൂലേ? ചെറിയ ഒരു ഖുതുബ് എന്നാണോ എന്നൊക്കെയാണ് ഈ മൗലവിൻ്റെ ആശങ്ക. പിന്നീട് അത് അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഖുതുബുൻ ഫിൽ ആലം എന്ന് പറയുമ്പോൾ ആലമിൻ്റെ ചെറിയ ഒരു ഖുതുബ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഖുതുബ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു തആല കൊടുക്കുന്ന വലിയ ഔന്നിത്യമാണ്, വലിയ പദവിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അടക്കം അവരുടെയൊക്കെയും ഖുതുബ് എന്നർത്ഥം വരുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങളല്ല അവിടെ വേണ്ടത്. മറിച്ച് അതിന് ഖുതുബുൻ ഫിൽ ആലം എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കണമെന്ന് ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൻ നഫായിസുൽ അൽവിയ്യ ഫിൽ മസാഇലി സൂഫിയ്യ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. മഹാന്മാരായ ഔലിയാക്കളിൽ നിന്നും കേൾക്കപ്പെടുന്ന പദപ്രയോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു. വിശദമായ ചർച്ച നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, കലിമാത്തുൻ തുവഹിമു ഹാദൽ അംറല്ലദീ ദക്കർതുഹു വഗൈറഹു വഹിയ മുഹ്തമിലത്തുൽ ലിത്തഅ്വീലി മിൻ വുജൂഹിൻ കസീറ. ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി വിശദീകരിച്ച ശേഷം പറഞ്ഞു, ഇതിനൊക്കെ എതിരായി എന്ന് തോന്നിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഔലിയാക്കളിൽ നിന്നും കേൾക്കുമ്പോൾ അതിനെ നമ്മൾ തഅ്വീൽ ചെയ്യുകയാണ് വേണ്ടത്. വഅഹ്സനു വുജൂഹിഹി അൻ യുഹ്മല ദാലിക അലൽ ഗലബത്തി വൽ ഇസ്തിഗ്റാഖി വസുഖൂത് തംമീസി വഖുറൂജിൽ ലംബി അനിൽ ഇഖ്തിയാരിൽ മനൂത്ത് ബിഹി തക്ലീഫ്. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കളിൽ നിന്നും ഇതുപോലുള്ള ചില പദപ്രയോഗങ്ങൾ കേട്ടാൽ അതിനെ വ്യാഖ്യാനിക്കണം. അതിന് ഏറ്റവും നല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത് അവരുടെ ഇസ്തിഗ്റാഖിൻ്റെ സമയത്ത് അവർക്ക് തക്ലീഫ് ബന്ധിക്കുന്ന രൂപത്തിലുള്ള തമ്മീസ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ, അതാണ് ഇസ്തിഗ്റാഖിൻ്റെ ഹാൽ എന്ന് പറയുന്നത്. അത്തരം അവസ്ഥകളിൽ പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി തങ്ങൾ തന്നെ ആ പ്രയോഗം നടത്തി എന്ന് വിശ്വസനീയമായി വിവരം കിട്ടിയാൽ തന്നെ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി തങ്ങളുടെ ഇസ്തിഗ്റാഖിൻ്റെ ഹാലിലാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് വെക്കണം. അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഖുതുബുൻ ഫിൽ ആലം എന്നാണ് വെക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇതാണ്. അത് ശരിക്ക് തസവുഫ് അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ ഉലമ അങ്ങനെ പറയുന്നത്. എന്നാൽ അതിനെ വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നത് തസവുഫ് അറിയാത്തത് കൊണ്ടാണ്. ഖുതുബുൽ ആലം, അള്ളാഹു അല്ലാത്ത ആലം എന്നതിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെയും ഖുതുബ് എന്ന് പറഞ്ഞാൽ അവിടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയുടെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ വരും എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, അതിനെ ബാധിക്കുന്ന രൂപത്തിൽ ചില പദപ്രയോഗങ്ങൾ, ബാഹ്യമായി അങ്ങനെ തോന്നിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ കണ്ടാൽ അതിനെ വ്യാഖ്യാനിക്കണമെന്ന് മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാ അതിനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുതുബുൽ ആലം എന്ന പദപ്രയോഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലുള്ള പദപ്രയോഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സുന്നത്ത് ജമാഅത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്.
അത് അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചവർക്ക്, ഔലിയാക്കളുടെ ലോകം പഠിച്ചവർക്ക്, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം പഠിച്ചവർക്കറിയാം. പക്ഷേ ഇതൊന്നും പഠിക്കാത്ത ഈ മൗലവി ഇതെല്ലാം പഠിച്ച നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളെ ചീത്ത പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം. ഒരാൾ വലിയാകണമെങ്കിൽ, വലിയാണെന്ന് അറിയണമെങ്കിൽ, അവരെ മർത്തബ അറിയണമെങ്കിൽ വലിയാകണം. വലിയാകുമ്പോൾ ആരിഫ് ബില്ലാകണം. നിങ്ങൾ എങ്ങനെ ഈ മഹാന്മാരെ കുറിച്ച് വിലയിരുത്തും? ഒരിക്കലും കഴിയില്ല. പിന്നെ പറഞ്ഞത് വെളിയങ്കോട് ഉമർ ഖാദിയാണ് പറഞ്ഞത്. ഉമർ ഖാദി വലിയ നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് ഇതെവിടെ നിന്ന് കിട്ടി? ഒക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. കണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പറയുന്ന അബദ്ധങ്ങളാണ്. ഒരു വലിയനെ അറിയുന്നത് വലിയനെ മാത്രമാണ്, ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. എന്നിട്ട് നമ്മോട് ചോദിക്കുകയാണ്, ഇതൊന്നും അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വലിയനെ വിലയിരുത്തുന്നത്? നമ്മൾ വിലയിരുത്തുന്നില്ല എന്നല്ലേ നമ്മൾ ഈ പറയുന്നത്. ഞങ്ങൾ ഉസ്താദുമാരും ഞങ്ങളെ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് നമുക്കത് പറയാൻ അർഹതയില്ല എന്നാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള വ്യാജന്മാര് നിങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചില ഔലിയാക്കളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയതുപോലെ അവരെ സംബന്ധിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട്. അത് പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു വലിയനെ സംബന്ധിച്ചും വിലയിരുത്തുന്നില്ല. അതേ സമയത്ത് ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങളെ സംബന്ധിച്ച് ആ പദവി ബഹുമാനപ്പെട്ടവരുടെ ദറജ അതാണ് എന്ന് പറഞ്ഞത് വിലായത്തിൻ്റെ യോഗ്യത എത്തിച്ച മറ്റൊരു വലിയായ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു. അപ്പം ഇയാൾ ചോദിക്കുകയാണ്, ഉമർ ഖാദി തങ്ങൾ വലിയാണെന്ന് ആരാ പറഞ്ഞത്? ഇയാളൊക്കെ നമ്മൾ എവിടെയാ കൊണ്ടുപോകേണ്ടത്? എവിടെയാണ് നമ്മൾ ഇയാളെ കൊണ്ടുപോകേണ്ടത്? മഷ്ഹൂറും ബിൽ വിലായത്തായിട്ട് എല്ലാവരാലും അറിയപ്പെട്ട ഒരു മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ. അതെങ്ങനെയാണ് ഒരു വലിയ എന്ന് അറിയലെങ്ങനെ? അതൊന്ന് പറയുന്നാൽ. എന്നിട്ട് ചോദിക്കുകയാണ്, ഉമർ ഖാദി വലിയ എന്ന് ആരാ പറഞ്ഞത്? ആരാ പറയേണ്ടത് മൗലവി? ഇങ്ങനെ ഈ ഔലിയാക്കളെ സംബന്ധിച്ച് കേവല ധാരണ പോലും ഇല്ലാത്ത ഈ മൗലവി എന്നിട്ട് മഹാന്മാരെ മർത്തബ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹുവിന് മഷ്ഹൂറും ബിൽ വിലായത്താണ്. ഉമർ ഖാദി തങ്ങൾക്ക് അതെങ്ങനെയാണ് വിവരം കിട്ടിയത് എന്ന്. പിന്നെ അടുത്ത ചോദ്യം അതാണ്, എന്തുമാത്രം ജഹാലത്താണ് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? ഒരു വലിയൻ എങ്ങനെയാ വിവരം കിട്ടല്? ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾക്ക് വിവരം കിട്ടി. എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ യാതൊരു വിവരവുമില്ലാതെ ഔലിയാക്കളെ സംബന്ധിച്ച് പറയാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് അറിയാതെ അവരെ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ വരുന്നു. ആഖിബത്ത് മോശമായി കാഫിറായി ചത്തുപോകുന്നു, ഭയപ്പെടണം. ഇമാമുകൾ പഠിപ്പിച്ചതല്ലേ അത്? കേട്ടോ, ഏതെങ്കിലും ഒരു ആലമിലെ ഒരു കുത്തുബ് അല്ലത്, ആലമിലെ ഏതോ ഒരു നേതാവ് അല്ലത്. പിന്നെയോ കേട്ടോ, മഹാനവറുകൾ പറയുകയാണ്, അതെ, ഫസ്വാറ മർതബതുഹു ഫീ സമാനിഹി ഗായത്തുൽ കമാൽ. കുത്തുബും ഫിൽ ആലം എന്നൊക്കെ അർത്ഥം വെച്ച് ഇത് സ്വീപ്പുണ്ടാക്കിയവർക്ക് മർക്കസിൽ നിന്ന് മറുപടിയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് കയ്യിൽ പിടിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യലായിരുന്നു ആദ്യം. നമ്മൾ അതിനെ ശരിക്കങ്ങോട്ട് കൈകാര്യം ചെയ്തപ്പോൾ കിതാബൊക്കെ മാറ്റി. ഇപ്പോൾ മജീദ് സഖാഫിയുടെ ഗ്രന്ഥമാണ് കയ്യിൽ പിടിച്ചത്. അതിനെയും പച്ചയിൽ ദുർവ്യാഖ്യാനിക്കുകയാണ് മൗലവി. ഗായത്തുൽ കമാൽ എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാ മൗലവി? ഏറ്റവും വലിയ മർത്തബ എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മർത്തബല്ല പോലും. എന്തൊരു ജഹാലത്താണ് പറയുന്നത്! സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കമാലിയത്ത് ലഭിച്ചത് ആർക്കാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ? അപ്പോൾ ഇവിടെ ഗായത്തുൽ കമാൽ എന്ന് പ്രയോഗിച്ചതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മർത്തബില്ല എന്നാണെങ്കിൽ അപ്പോൾ റസൂലുള്ളാഹിനേക്കാളും വലിയ ആളായി എന്നാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും ഇതിൽ പരം പിന്നെ എന്ത് പ്രയോഗമാ വേണ്ടത്? അതാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഈ മൗലവിമാർക്ക് കിതാബ് അറിയൂല. മഹാന്മാരായ അയിമ്മത്ത് എഴുതി വെച്ച കിതാബിന് അവർ ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥം ഇയാളുടെ വിവരക്കേട് കൊണ്ട് വിളിച്ചു പറയാണ്. അപ്പം എന്താണ് ഇവിടെ മജീദ് സഖാഫി പറഞ്ഞത്? CM വലിയുല്ലാഹി തങ്ങൾ ഗായത്തുൽ കമാലിലെത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഉയരങ്ങളിലേക്ക്
ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങളെത്തി. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയവനായി എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം മജീദ് സഖാഫി നടത്തിയിട്ടില്ല. അങ്ങനെ അതിന് ഉദ്ദേശവുമില്ല. ഇയാൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ആളുകളെ വഞ്ചിക്കാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമെങ്കിലും ആദ്യം പഠിച്ചു വെക്കണ്ടേ? ആ വിശ്വാസം വെച്ചുകൊണ്ടല്ലേ മറ്റു ഇബാറത്തുകളും മറ്റു ഉദ്ധരണികളൊക്കെ വിലയിരുത്തേണ്ടത്. അതിനെ അടിസ്ഥാന വിശ്വാസം പഠിക്കാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പണ്ഡിതന്മാരുടെ വിശദീകരണവും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. പേരോട് ഉസ്താദ് ഖുത്തുബുൽ ആലം എന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ആ അർത്ഥത്തിൻ്റെ വിശദീകരണം പറയുമ്പോൾ ഖുത്തുബുൽ ആലം, ആലമിൻ്റെ മൊത്തം എന്ന അർത്ഥം വെക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് അപകടങ്ങൾ, അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന അപകടങ്ങളുണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഉലമാ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഖുത്തുബുൽ ആലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഖുത്തുബുൻ ഫിൽ ആലം എന്നാണ് അവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മൊത്തം ഷെയ്ഖ് എന്നതിന് അർത്ഥം വെക്കാൻ പറ്റൂലല്ലോ. അവിടെ അർത്ഥം ഷെയ്ഖുൻ ഫിൽ ഇസ്ലാം എന്നാണല്ലോ. അപ്പോൾ ഒരു പ്രയോഗത്തിലെ അർത്ഥം പറയുമ്പോൾ അതുപോലുള്ള മറ്റൊരു പ്രയോഗം ഉദാഹരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇയാൾ ആകെ എന്താണ് ബഹളം വെക്കുകയാണ്. ഇബ്നു തൈമിയെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയാൻ പാടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇബ്നു തൈമിയുമായിട്ട് ഉദാഹരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് മൗലവി ഇവിടെ എന്തിനാ ഈ ഉദാഹരണം കൊണ്ടുവരുന്നത്? ഇവിടുത്തെ വജ്ഹു ശബഹ എന്താണ്? വജ്ഹു ശബഹ എന്താ മൗലവി? ഏത് വിഷയത്തിലാണ് ആ ഉദാഹരിക്കുന്നത്? പ്രയോഗം, ഒരു വാചകം കണ്ടാൽ ആ വാചകത്തിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം എങ്ങനെ വെക്കണം എന്നതിൽ ആ വിഷയത്തിലാണ് ആ ഉദാഹരണം കൊണ്ടുപോകുന്നത്. അതുപോലും മനസ്സിലാക്കാതെ ആക്ഷേപിക്കാണ്. പണ്ടൊരാൾ പറഞ്ഞു വനൊരു ആൾ പുലിയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് വാല് തപ്പാണ്. വാല് തപ്പേണ്ട മൗലവി ആ ധീരതയുടെ വിഷയത്തിൽ നിന്നാണ് വജ്ഹു ശബഹ്. ആ വജ്ഹു ശബഹ് ഇവിടെ മനസ്സിലാക്കണം. അതിന് ഏറ്റവും ചെറിയ കിതാബെങ്കിലും ഓതിപ്പടിക്കുന്ന കാലത്ത് നന്നായിട്ട് ഓതിപ്പടിക്കണം. അതിന് പൊരുത്തത്തോടെ ഓതിപ്പടിക്കണം. അതില്ലാതെ വന്നാൽ പിന്നെ എന്താണ്? അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഖുതുബുൻ ഫിൽ ആലം എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാത്ത ഇയാൾ നമ്മുടെ ആലിമീങ്ങളെ ചീത്ത പറയുന്നു, കിതാബുകളെ ദുർവ്യാഖ്യാനിക്കുന്നു. മജീദ് സഖാഫി എഴുതിയ കിതാബിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഇദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ആലം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ഇനി ആരും ആ കാലത്ത് ആ സ്ഥാനം എത്തിച്ചിട്ടില്ല. കണ്ടോ നിങ്ങൾ? അപ്പൊ ആലം എന്നതിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഹയാത്തിലുള്ള അമ്പിയാക്കൾ എത്ര പേരുണ്ട്? അവരെക്കാളൊക്കെ മുകളിൽ വരുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും അവിടുന്ന് റസൂലില്ലേ? അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഖുത്ബാണോ? ഇങ്ങനെ പല സംശയങ്ങളും അവിടെ വരുന്നുണ്ട്. വിശ്വാസപരമായ ഒരുപാട് അപകടങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ആ വലിയനെ പരിഹസിക്കലാണ്, ആ വലിയനെ നിന്ദിക്കലാണ്. സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ലോകത്തുള്ള ഒരുപാട് കോടിക്കണക്കിന് വിശ്വാസികൾ ആദരവോടെ ബഹുമാനത്തോടെ അവിടത്തെ ആദരിക്കുകയും മഹാനെ തവസ്സുലാക്കി അവിടത്തെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന മഹാനായ വലിയാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ. അവിടത്തെ സംബന്ധിച്ച് അവിടുന്ന് ജീവിതകാലത്ത് പഠിപ്പിച്ച അഖീദയ്ക്ക് വിരുദ്ധമായി ആ അഖീദയനുസരിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ മുഴുവനും പരിഹസിക്കുമ്പോൾ സി.എം. വലിയുല്ലാഹി തങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള വ്യാജന്മാർ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുകയാണ്. അവർ മഹാന്മാരായ ഔലിയാക്കളെ പരിഹസിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിന് വിരുദ്ധമായി ഔലിയാക്കളെ പേര് പറഞ്ഞ ആളുകളെ ളലാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ഒരിക്കലും മഹാന്മാരായ ഔലിയാക്കൾ പൊരുത്തപ്പെടില്ലെന്ന് മാത്രമല്ല, മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി ചത്തുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നത് ഞാൻ വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുകയാണ്. മഹാന്മാരായ ഔലിയാക്കളെ കൊണ്ട് തമാശ കളിച്ചാൽ ഈമാൻ കിട്ടൂല.
അത് ശരിക്കും മനസ്സിലാക്കണം. ആ കൂടാരത്തിൽ പെട്ടുപോയ സാധുക്കൾ മനസ്സിലാക്കണം. ഈ അടുത്ത് വേറെ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയുന്നത് കേട്ടു, സുബ്ഹാനല്ലാഹ്, എല്ലാ കാര്യവും അതാ മടവൂരിൽ നിന്ന് ലഭിക്കണം. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. കണ്ടോ, അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അവിടെ ശ്രദ്ധിക്കണം. എന്താണ്? മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ അംഗീകരിക്കുമ്പോൾ, അവരുടെ പദവികൾ പഠിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ തന്നെ അതിനെ എങ്ങനെ പറയണം എന്നതുകൂടെ മഹാന്മാരായ ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ബിഅയത്തുൽ മുസ്തർഷിദീൻ ഫീ തൽഖീസി ഫതാവ ബഅദിൽ അഇമ്മത്തിൽ മുതഅഖിരീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. എന്താണത്? അത് വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ തവസ്സുൽ ഇസ്തിആസ എന്ന് പഠിപ്പിക്കുകയാണ്. വഖൗലു ശഖ്സിൽ മുഅ്മിനി യാ ഫുലാൻ ഇൻദ വുഖൂഇഹി ഫീ ശിദ്ദത്തിൻ ദാഖിലുൻ ഫി തവസ്സുൽ ബിൽ മദ്ഉവി ഇലല്ലാഹി തആല വസർഫുൻ നിദാ ഇലൈഹി മജാസുൻ ലാ ഹഖീഖത്തുൻ. ഒരു മഹാനെ വിളിച്ച് എന്നെ രക്ഷിക്കണേ, സിയം വലിയുള്ളാഹി തങ്ങളെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പറയുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹു തആല സിയം വലിയുള്ളാഹി തങ്ങളുടെ കാരണം, അവിടുത്തെ സബബ്, അവിടുന്ന് നിദാനമായിട്ട് അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെന്നാണ്. അപ്പം ആ പറഞ്ഞതിൻ്റെ അർത്ഥം വൽ മഅന യാ ഫുലാൻ, ആ വലിയനെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ, അതവസ്സലു ബിക ഇലാ റബ്ബി, നിങ്ങൾ മുഖേന ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ തവസ്സുൽ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി ഹുവല്ലാഹ്, അപ്പോൾ യഥാർത്ഥത്തിൽ വിളിക്കപ്പെടുന്നവൻ അള്ളാഹുവാണ്. വ ഇന്നമാ ഉത്ലിഖൽ ഇസ്തിആനതു ബിൻ നബിയ്യ വിൽ വലിയു മജാസൻ. അപ്പോൾ പിന്നെ ഔലിയാക്കളോട് അമ്പിയാക്കളോടൊക്കെ ചോദിക്കുന്നത് മജാസായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഔലിയാക്കൾ, മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടണം. ആ സഹായം തേടുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ പറയുന്നു, നഅം, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. യംബഇ, വളരെ അത്യാവശ്യമാണ്, തംബീഹുൽ അവാമി, സാധാരണക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല അൽഫാദിൻ തസ്തുറു മിൻഹും തദല്ലു അലൽ ഖദ്ഹി ഫീ തൗഹീദിഹിം, ആളുകളുടെ തൗഹീദിനെ കോട്ടം വരുത്താൻ സാധ്യതയുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഫയജ്ബു ഇർഷാദുഹും വയലാമുഹും, അപ്പോൾ അവരെ സാധാരണക്കാരെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കണം. ബി അല്ലാ നാഫിഅ വലാ ദർറ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് സഹായിക്കുന്നവനെന്ന് ഉറപ്പിച്ചു കൊടുക്കണം അവർക്ക്. ലാ യംലികു ഗൈറുഹു ലിനഫ്സിഹി ദർറൻ വലാ നഫ്അൻ ഇല്ലാ ബി ഇറാദത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ഇറാദത്ത് കൊണ്ടല്ലാതെ ഒരാൾക്കും ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു കൊടുക്കണം. എന്തിനാ പറഞ്ഞത്? മഹാന്മാരായ ഔലിയാക്കൾ സഹായിക്കും, വഫാത്തായി പോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ടാകും, വിവരം കുറഞ്ഞ ആളുകൾ. അവരെ മുമ്പിൽ അത് വ്യക്തമായി എന്നെ പഠിപ്പിക്കണം. ഈ മഹാന്മാര് നിമിത്തമാണ്, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് കിതാബിൽ ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങളും പറഞ്ഞത്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവരമില്ലാത്തവരുടെ മുമ്പിൽ പോയി ഇവർ അള്ളാഹുവിനെയല്ല ആരാധിക്കുന്നത് മഹാന്മാരെയാണ് എന്ന് വളരെ കൂടുതൽ വ്യാപകമായി മുൻകാലത്തൊന്നുമില്ലാത്തതിൻ്റെ എത്രയോ ഇരട്ടിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം കിട്ടുന്നത് മടവൂരിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് ആ പറഞ്ഞ സമദ് സഖാഫിൻ്റെ അർത്ഥം ഇപ്പറഞ്ഞ അർത്ഥമാണ്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് തങ്ങൾ കാരണമായിട്ട് കിട്ടണമെന്നാണ്. സംഗതി അങ്ങനെയാണെങ്കിലും ആളുകളെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള കാലഘട്ടത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഉപദേശിച്ചത് ആ ഇമ്മത്ത് പറഞ്ഞതാണ്, ഇമാമുകൾ പഠിപ്പിച്ചതാണ്. ഈ ഇമാമുകൾക്കൊന്നും സുന്നത്ത് ജമാഅത്ത് അറിയൂലേ? അപ്പം മൗലവി താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമുള്ള ഉലമാ പണ്ഡിതോചിതമായ ഇടപെടലുകൾ എക്കാലത്തും നടത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനിയും തുടരും. പണ്ഡിതോചിതമായ ഈ ഇടപെടലുകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ ഉലമാഇൻ്റെ
വിശദീകരണത്തിൻ്റെ അർത്ഥമറിയാതെ, അവരെക്കുറിച്ച് യാതൊന്നും അറിയാതെ, ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും പഠിക്കാത്ത ഈ മൗലവിമാർ നമ്മുടെ ഉലമാഇന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനം മാത്രമല്ലേ മഞ്ചേരിയിൽ നടന്നിട്ടുള്ളത്? ഇനി നോക്കൂ നിങ്ങൾ, പറയാൻ പാടില്ല കൃത്യമായ മറുപടി. അല ജമീഇൽ ആലം. ജമീ എന്ന ബാദ് എന്ന് പറഞ്ഞാൽ അതൊന്നും ആളുകളെ മുമ്പിൽ വിലപ്പോവില്ല. പറഞ്ഞോ പിരാന്തനാവുന്നല്ലാതെ അവിടെ ബാദ് തന്നെയാണ് പറഞ്ഞാൽ പോരെ. അപ്പൊ ഈ രൂപത്തിൽ മജീദ് സഖാഫിയുടെ കിതാബ് തന്നെയാണ് വായിക്കുന്നത്. അപ്പൊ ഇതിൽ ഖുതുബുൽ ആലം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നത് ഇമാമുകൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത് വിശദീകരിച്ചു. നമ്മൾ അതനുസരിച്ച് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥമാണ് പറയേണ്ടത്. അപ്പോ അലാ ജമീഉൽ ആലം എന്ന് പറയുമ്പോൾ, അതുപോലെ കുല്ലുൽ അവാലിം എന്ന പ്രയോഗം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ മജീദ് സഖാഫി എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാൾ പറയുന്നത് പോലെ എല്ലാം എന്ന്, അള്ളാഹു അല്ലാത്ത എല്ലാം എന്ന അർത്ഥം അതിനില്ല. അത് ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വരുമെന്ന് ഈ മൗലവിയെ ഞാൻ അക്കമിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുല്ലെന്ന് പറയുമ്പോൾ എല്ലാം എന്ന അർത്ഥം എല്ലായിടത്തും വെക്കാൻ പറ്റില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് 10 ഉദാഹരണങ്ങൾ ഞാൻ എണ്ണിപ്പറഞ്ഞ്, മൗലവി താങ്കളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? എന്തേ താങ്കൾ പഠിക്കാത്തത്? അപ്പോ എന്നാൽ പിന്നെ മൗലവിന്റെ ചോദ്യം എന്താ, പിന്നെ ബാളു എന്നാണ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ പറ്റൂല മൗലവി. അത് താങ്കൾക്ക് അറബി ഭാഷ അറിയാത്തത് കൊണ്ടാണ്, അറബി ഭാഷയുടെ അർത്ഥത്തിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. താങ്കൾക്ക് ബലാഅത്തും ഫസാഹത്തും അറബിയുടെ സാഹിത്യ ശൈലിയുമൊന്നും അറിയാത്തത് കൊണ്ടാണ്, താങ്കൾ പഠിക്കാത്തത് കൊണ്ടാണ്. അത് പഠിച്ചവർ കിതാബ് എഴുതുമ്പോൾ അതിൻ്റെതായ മേന്മയുണ്ടാകും. അത് മനസ്സിലാക്കാനുള്ള യോഗ്യത താങ്കൾക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ താങ്കളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇമാമുകൾ അത്തരം പ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാനങ്ങളുടെ വ്യാപ്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അതിൻ്റെ വൈപുല്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് മജീദ് സഖാഫി ഈ ഗ്രന്ഥത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിക്കട്ടെ മൗലവി, താങ്കൾ മജീദ് സഖാഫിയുടെ ഈ ഗ്രന്ഥമെടുത്ത് പൊക്കിക്കാണിച്ച് ഇതിനെ ദുർവ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായല്ലോ. ഒരുപാട് പ്രഭാഷണത്തിൽ ഈ കിതാബ് പൊക്കിപ്പിടിച്ച് ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ അർത്ഥമാണ് ആ കിതാബിനുള്ളത് എന്നും അത് നമ്മുടെ ഉലമാഇന് മറുപടിയാണെന്നും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണല്ലോ മജീദ് സഖാഫി. അദ്ദേഹത്തെ കൊണ്ടങ്ങനെ പറയിപ്പിക്കാൻ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിയിരുത്തി ഞങ്ങൾ പറഞ്ഞതുപോലെയാണ് ഈ കിതാബിൻ്റെ അർത്ഥമെന്നും അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ പറഞ്ഞതിന് മറുപടിയാണെന്നും പറയുന്നത് അംഗീകരിക്കുന്നൊരു വീഡിയോ എങ്കിലും കൊണ്ടുവരാൻ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൊണ്ടുവാ, അതാണ് താങ്കൾ ചെയ്യേണ്ടത്. വഫാത്തായി പോയ ഇമാമുകളുടെ കിതാബ് മുഴുവനും വായിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് പാച്ചക്കള്ളം പറഞ്ഞു നടക്കുന്ന താങ്കൾ മജീദ് സഖാഫിയുടെ കിതാബിൻ്റെ പേരിലും കളവ് പറയാൻ മടിക്കില്ല എന്നത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കറിയാം. താങ്കളെ കൂടെ ഇരിക്കുന്നവരാലോചിക്കട്ടെ. മജീദ് സഖാഫി ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥം, ആ അർത്ഥം ആ കിതാബ് വായിച്ച് നാടായ നാടുകളിൽ കറങ്ങി നടന്ന് പറയുന്ന ഈ വ്യാജന്മാരിനെ ചെയ്യേണ്ടത് അത് മജീദ് സഖാഫിയെ കൊണ്ട് അംഗീകരിപ്പിച്ച് തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങളെല്ലാവരുടെ പേരിലും കളവ് പറയും. കുറച്ചു മുമ്പ് പിലാക്കൽ ബഷീർ സഖാഫിയുടെ പേരിൽ കളവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് കൊണ്ടുവന്ന് തെളിയിച്ചില്ലേ ഞങ്ങൾ? അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് കൊണ്ടുവന്ന് തെളിയിക്കാൻ ഞാൻ ഈ നൗഷാദിനെയും ടീമിനെയും വെല്ലുവിളിക്കുകയാണ്. നാണമുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ടീമാണ് ഇദ്ദേഹം നടത്തുന്ന പറയുന്ന കളവുകളുടെ ഘോഷയാത്ര മഞ്ചേരി മുഴുവനും കളവാ പറഞ്ഞത്. എങ്ങനെയാണ് ഉറൂസ് നടത്തുന്നതിന്റെ പൈസ എവിടുന്നാ? കാഫിലക്ക് സ്ഥലമെടുത്തത് ആരാ? അതിന് എവിടുന്നാ പൈസ കിട്ടിയത്?
നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ അറിയോ? നിങ്ങൾ വലിയ സെറ്റപ്പുള്ള ആളുകളല്ലേ, ഞങ്ങൾ നടത്തിയ സ്ഥലങ്ങളിൽ നിങ്ങൾ വരിക. എന്നിട്ട് ഞങ്ങൾ ഓരോ പരിപാടിക്കും 8-10 ലക്ഷമൊക്കെ ഞങ്ങൾ ഓരോ പ്രവർത്തകരെടുത്ത് നടത്തുകയാണല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാരെടുത്തുനിന്ന് ഒരു പിരിവും നടത്താതെ ഞങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് എന്ന് താങ്കൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ലക്ഷക്കണക്കായ പ്രവർത്തകർ, അവർക്ക് നേതൃത്വം നൽകുന്ന വലിയ സംഘടനയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതിന് നേതാക്കളായ വലിയ ഞങ്ങളുടെ മഹാന്മാരുണ്ട്. ഈ വലിയ സംഘടനക്കും പ്രവർത്തനങ്ങൾക്കും അതിന് മാർഗനിർദ്ദേശം നൽകാൻ മാത്രം താങ്കളായിട്ടില്ല. ഇനി കാഫിലക്ക് എവിടെ നിന്നാണ് പൈസ? കാഫിലക്ക് പൈസ എവിടെ നിന്നാ? ആളുകളെ പറഞ്ഞ് പറ്റിച്ചു. സുബ്ഹാനല്ലാഹ്, ഖത്തറിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം കാഫില എന്ന് പറയുന്ന ആ ടീമിന് വലിയ സംഖ്യ കൊടുത്തതാണ്, അദ്ദേഹത്തെ വഞ്ചിച്ചതാണ്. സി എം വലിയുല്ലാഹി തങ്ങളുടെ മുഹിബായ അദ്ദേഹം സി എം വലിയുല്ലാഹി തങ്ങളുടെ മുഹിബാണെന്നും സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവരാണെന്നും തെറ്റിദ്ധരിച്ച് ഈ കാഫില ടീമിന് കുറേ പൈസ കൊടുത്തു. പിന്നെയാണ് ആ കാഫില ടീമും ഈ കുരുവട്ടൂര് വ്യാജന്മാരും ഒന്നാണ് എന്ന വിവരം അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഐക്യസമ്മേളനം നടത്തിയല്ലോ, ലയന സമ്മേളനം നടത്തി. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം ആ മനുഷ്യൻ കാഫിലയിലെ ആ മറ്റേ മൗലവിക്ക് വിളിച്ചു. അതുവരെ പണം ചോദിക്കുമ്പോൾ നല്ല സ്വഭാവത്തിൽ നല്ല മയത്തിൽ സംസാരിച്ചിരുന്ന ഇദ്ദേഹം ഇത് ചോദ്യം ചെയ്തതോടുകൂടി കാടുത്ത തെറി വിളിക്കാൻ തുടങ്ങി. ഇതാണ് ഇപ്പോൾ വേറെ ത്വരീഖത്തിൻ്റെ ഹാലിപ്പതാണ്, ഔലിയാക്കളെ സ്നേഹിക്കുന്നതിൻ്റെ ഹാലിതാണ്. കാടുത്ത തെറി വിളിച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഈ സത്യം ജനങ്ങളോടൊന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ കാഫിലൊക്കെ പൈസ കിട്ടുന്നത് ഇങ്ങനെ ആളുകളെ പറ്റിച്ചതാണ്. നിങ്ങൾക്ക് പൈസ കിട്ടുന്നതും ഇങ്ങനെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങളെ കൂടാരത്തിൽ വന്നുപെട്ട ആളുകളെ അവരുടെ പണം മുഴുവനും വഞ്ചിച്ച് ഈ മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഔലിയാക്കളെ പരിഹസിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണമെന്നത്. മഹാനായ സി എം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിനായ ആളുകൾ പങ്കെടുക്കുന്ന നല്ല ഉറൂസ് മുബാറക്കും അവിടുത്തെ മദ്ഹ് എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ തന്നെ പറയുന്നവരും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവരുമാണ് ഞങ്ങൾ. അങ്ങനെ മഹാനായ സി എം വലിയുല്ലാഹി തങ്ങളോടുള്ള മഹബത്ത് എങ്ങനെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം താങ്കളും താങ്കളുടെ ടീമും ആയിട്ടില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ കടുത്ത വഞ്ചനയല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴമായി എന്തൊക്കെയുണ്ടോ അതെല്ലാം സഅദുദ്ദീൻ തഫ്താസാനി പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞേ? മറുപടി 94-ാമത്തെ പേജ്. എന്താണ് എങ്ങനെ ഉഷാറുള്ള മറുപടി പറഞ്ഞ് ഇതിന് മജീദ് ഉസ്താദിനെ കുഴക്കാൻ വേണ്ടി നോക്കുക. വെറുതെ നോക്കണ്ട, ഈ കിതാബിൽ ഉള്ളത് മുഴുവൻ നിങ്ങൾക്കെതിരാണ്. 94-ാമത്തെ പേജിൽ നിസ്ബത്തു തദ്ബീരി ഇലൽ അംബിയാഇ വൽ ഔലിയാ, നേരെ കുറ്റ്യാടിക്ക് മറുപടി നേർക്ക് നേരാകുന്നിടത്ത് ഈ കിതാബിൽ അതൊന്ന് കട്ടികൂട്ടി എഴുതും. ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. സാധാരണ എഴുത്തൊക്കെ ചെറിയ എഴുത്താണെങ്കിൽ അണ്ടോ നിസ്ബത്തു തദ്ബീർ അവിടെ ഒന്ന് ഉസാറാക്കിയത്. കാരണം കുറ്റ്യാടിക്കാരൻ നോക്കുമ്പോൾ നേരെ കാണണല്ലോ. നിസ്ബത്തു തദ്ബീരി ഇലൽ അംബിയാഇ വൽ ഔലിയാഇ വ ഇത്ലാഖുഹു ലൈസ മിനശ് ശിർക്കി, അത് ശിർക്കല്ല. ഔലിയാക്കന്മാരെ തദ്ബീർ ഇങ്ങനെ വഞ്ചിക്കലല്ലാതെ കിതാബിനെ ദുർവ്യാഖ്യാനം ചെയ്യലല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ മൗലവി താങ്കൾക്ക്? ഇതേ കിതാബ് മറിച്ചിട്ട് അള്ളാഹുവും കുത്തുബും ഒന്നാണ് ഗൈറല്ല എന്ന് കുഫർ പറഞ്ഞപ്പോ ഞാനത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ താങ്കൾക്ക്? എന്താണ് ഗൈരിയത്ത് എന്ന് ചോദിച്ചപ്പോ അതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ചെന്നില്ലേ? മറന്നുപോയോ അതൊക്കെ? നിങ്ങൾക്ക് കിതാബ് അറിയില്ല, മജീദ് സഖാഫിയുടെ കിതാബ് മനസ്സിലായിട്ടില്ല. മുദബ്ബിറുൽ ആലം എന്ന് നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ ഒരാളും പ്രയോഗിച്ചിട്ടില്ല. അത് കുഫറാണ് എന്നത് ഇമാമുകളൊക്കെ വിശദീകരിച്ചതാണ്. എന്നാൽ മഹാന്മാര് മുദബ്ബിറാണ് എന്ന വിഷയത്തിൽ ആരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന പരിശുദ്ധ ഖുർആൻ മുദബ്ബിരീങ്ങളായ മഹാന്മാരുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തന്നെ എത്രയോ തവണ താങ്കൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് മജീദ് സഖാഫി എഴുതിയത്.
അല്ലാതെ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള മുദബ്ബിറുൽ ആലം അതേതാണ്? അത് ഏതർത്ഥത്തിൽ? അല്ലാഹു തആല ഏതർത്ഥത്തിലാണോ തദ്ബീർ ചെയ്യുന്നത് അതേ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുൽക്ക് എന്താണോ അതേ മുൽക്ക് മഹാന്മാർക്ക് കൊടുത്തു. അല്ലാഹു തആല എല്ലാം ഡയറക്റ്റ് കൊടുത്തിട്ടു എന്ന് പറയുന്ന മുഅ്തസിലിയൻ ആശയം, അള്ളാഹുവിൻ്റെ കഴിവ് ഹഖീഖത്തായതുപോലെ മഹാന്മാരുടെ കഴിവും ഹഖീഖത്താണെന്ന് പറയുന്ന ഏറ്റവും പിഴച്ചവാദം, അല്ലാഹു തആലയും ഖുതുബും ഒന്നാണ് എന്ന് പറയുന്ന വലിയ കുഫ്രിയത്തിൻ്റെ വാദം, ഇതാണ് താങ്കളുടെ വാദം. ഈ അർത്ഥത്തിലെല്ലാം മജീദ് സഖാഫി എഴുതിയത്. അതാ കിതാബിൻ്റെ തുടക്കം മുതലേ മഹാന്മാരുടെ തദ്ബീറിൻ്റെ അർത്ഥം എന്താണ്, അള്ളാഹുവിൻ്റെ തദ്ബീറിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിച്ച് വന്നിട്ടുണ്ട്. അത് താങ്കൾ നോക്കിയിട്ടില്ല, താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കിതാബ് തിരിയാത്ത താങ്കൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മൗലവി ഒന്നും കൂടെ കബളിപ്പിക്കുന്നു. 72-ാമത്തെ പേജ്, അതിലടാ ഔലിയാക്കളുടെ കറാമത്തിനെ സംബന്ധിച്ച് പറയുന്നു. പറഞ്ഞയിടത്ത് നിങ്ങൾക്കൊക്കെ കാണാം ഉസാറിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു പ്രത്യേക മഷി കൊണ്ട് എഴുതിയത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പേരോടിന് മറുപടി ആണെങ്കിൽ. അവിടെ പറയാണ് ഫഹഖീഖത്തുൽ കറാമ ലാ തകൂനു ഇല്ലാ മിൻ വറാഇൽ അഖൽ. ഏത് കറാമത്തും ബുദ്ധിയുടെ അപ്പുറത്തേ ആകൂ. കണ്ടില്ലേ, കളവ് മാത്രമാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾക്ക് മറുപടിയാണ് എന്നാണ് ഈ മൗലവി നാവെടുത്താൽ പറയുന്ന കളവ്. ഈ കിതാബിൻ്റെ അർത്ഥം ഇയാൾക്കറിയില്ല. മജീദ് സഖാഫി അങ്ങനത്തെ ഒരു അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു, അതിനെ തെളിയിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് മൗലവി. ധാർമ്മികമായ ബാധ്യത താങ്കൾക്കുണ്ട്. ധാർമ്മികത ഉണ്ടെങ്കിൽ ആ ബാധ്യതയുള്ള താങ്കൾ അത് തെളിയിക്കണം. മജീദ് സഖാഫിയെ കൊണ്ടുവന്ന് തെളിയിക്കണം. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കണം. വെറുതെ എന്തെങ്കിലും തോന്നിയത് വിളിച്ചറിഞ്ഞാൽ പോരാ. എന്താണ് ആ കിതാബിൽ എഴുതിയത്? എന്താണ് സുന്നത്തി ജമാഅത്തിന്റെ ഉലമാ പറഞ്ഞത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സമൂഹത്തോട് പറഞ്ഞത്, ഔലിയാക്കളെ പേരിൽ ഒരു തെളിവുമില്ലാതെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഒരു തെളിവുമില്ലാതെ കുളൂസ് പറയാൻ പാടില്ല. അതിനെയാണ് നമ്മുടെ ആലിമീങ്ങൾ എതിർത്തത്. അല്ലാതെ കറാമത്ത് ഖവാരിഖുൽ ആദത്താണ്, ഇതിലൊന്നും ഒരാൾക്കും തർക്കമില്ല. സാധാരണയ്ക്ക് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളാണ് കറാമത്തുകൾ. പക്ഷെ അതിന് തെളിവ് വേണം. മജീദ് സഖാഫി തന്നെ എഴുതിയത്, നിനക്ക് പറയാൻ ആവശ്യമായ അത്രയും തെളിവ് കയ്യിലില്ലെങ്കിൽ അത് കാണിക്കുന്ന പദപ്രയോഗം നടത്തണം. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് എന്നോ ഹുക്കിയ എന്നോ ഖീല എന്നോ ഉള്ള പദപ്രയോഗങ്ങൾ നടത്തണം. കേൾക്കുന്നവനിക്ക് തിരിയണം, ഈ പറയുന്നവന് വേണ്ടത്ര ഉറപ്പില്ല എന്ന്. അത്രയും സൂക്ഷ്മതയോടുകൂടി ആ കിതാബ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാതെ ഇയാള് ആ കിതാബിൻ്റെ മേലിൽ വ്യാജം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇയാൾ മഞ്ചേരിയിൽ വന്നിട്ട് പറഞ്ഞ ഒരു സത്യമുണ്ട്. എന്താണത്? ഇയാൾ പഠിക്കുന്ന കാലത്ത് പലതും കേട്ടിട്ടില്ല. ഇദാലം യകുല്ലിൽ ഫഖീഹി ഇൽമുൻ ബി അഹ്വാലിൽ ഖൗമി വസ്തിലാഹാതിഹിം ഫഹുവ ഫഖീഹുൻ ജാഫിൻ എന്ന് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞ ഇബാറത്ത് ഇയാൾ 10 കൊല്ലമായിട്ട് കേട്ടിട്ടില്ല പോലും. അതെന്നല്ലേ നമ്മൾ പറയുന്നത്? താങ്കളൊന്നും പഠിച്ചിട്ടില്ല എന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ കിതാബ് പഠിച്ചില്ല, ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് പൊരുത്തത്തോടെ പഠിച്ചില്ല. അത് പഠിക്കാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? അപ്പോൾ ഇയാളത് പഠിച്ചിട്ടില്ല, ഇയാളത് കേട്ടിട്ടില്ല. നമ്മുടെ ശൈഖുനയിൽ നിന്ന് നമ്മൾ കേട്ട ചില ഇബാറത്തുകൾ ഉണ്ടായി. ഇദാലം യകുല്ലിൽ ഫഖീഹി ഇൽമുൻ ബി അഹ്വാലിൽ ഖൗമി വസ്തുലാഹാതിഹിം ഫഹുവ ഫഖീഹുൻ ജാഫിൻ. 10 കൊല്ലം ഞാൻ ദർസിൽ ഓതിയിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വല്ലാഹി കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ആരും കേട്ടിട്ടുണ്ടാവില്ലാന്ന്. താങ്കളെപ്പോലെയാണ് മറ്റുള്ളവരൊന്ന് ഖിയാസാക്കരുത്. അൽ മർഉ യഖീസു അലാ നഫ്സിഹി. താങ്കൾ പഠിച്ചിട്ടില്ല, താങ്കൾ മുതാല ചെയ്തില്ല, ഓതി പഠിക്കേണ്ട സമയത്ത് അങ്ങനെ പഠിച്ചില്ല. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ. അതുകൊണ്ടാണ് താങ്കൾ ഇതുപോലുള്ള ഈ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ അടുത്ത് പോയി പെട്ടത്. പക്ഷെ ഷെയ്ഖുന എന്ന് പറയുന്ന ആ കക്ഷി ഏതാണ്? അത് ഇയാളെക്കാൾ വലിയൊരു ജാഹിലാണ്. അയാളടുത്ത് നിന്നാണ് കേട്ടത് എന്ന്. അപ്പം ഈ ജാഹിലിൻ്റെ അടുത്തേക്ക് ജാഹിലായ താങ്കൾ എത്തിപ്പെട്ടത് താങ്കളുടെ ജഹാലത്താണ്. അതിന് ഞങ്ങളെ ആലിമീങ്ങൾ ഉത്തരവാദിയല്ല.
ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയിൽ നിന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്. റഈസുൽ ഉലമയിൽ നിന്നും കേട്ട ഉസ്താദുമാരിൽ നിന്ന് കേട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ റഈസുൽ ഉലമയോ സുൽത്താനുൽ ഉലമയോ ഒന്നും ഇതിന് ഉത്തരവാദിയല്ല. അത് താങ്കൾ മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയം കൂടി ഞാനൊന്ന് പരാമർശിക്കുകയാണ്. എന്താണ് ഇയാൾ പച്ചക്കള്ളം പറയുന്നത്? എല്ലാറ്റിലും കളവാണല്ലോ പറയുന്നത്. പണ്ടൊരാൾ പറഞ്ഞു, അരി കൊണ്ട് ചോറ് വെക്കുമ്പോഴാണല്ലോ അതിൽ കല്ല് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. ഇത് വെക്കുന്നത് തന്നെ അരി കൊണ്ട് കല്ലുകൊണ്ടാണെങ്കിലോ പിന്നെ അതിൽ കല്ല് കുടുങ്ങിയിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നതുപോലെ ഇയാൾ കളവ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കളവ് ഏതെന്ന് പ്രത്യേകം തിരയേണ്ടതില്ല, ഒക്കെ കളവാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന ഒരു കളവ് കേൾക്കും. എല്ലാ പ്രസംഗത്തിലും നിങ്ങൾ ഉദ്ധരിച്ചിരുന്ന ഒരു സംഭവമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടാൽ, സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിൽ കണ്ടത് പിശാചാകാമെന്ന ഏറ്റവും വലിയ അബദ്ധം മടവൂർ ശൈഖുനയെയും കാലഘട്ടത്തിലെ മശായിഖന്മാരെയും പറഞ്ഞു ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ, അവിടുത്തെ നൂറാനിയത്തിനെ വരെ കള്ളമാണ് പറഞ്ഞത്, പച്ചക്കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു മൗലവിയെ. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് പിശാചാകുന്നു. അങ്ങനെ ആരാ പറഞ്ഞത് മൗലവി? അങ്ങനെ ആരാ പറഞ്ഞത്? ഒരു നാണവും ഇല്ലാതെ കളവ് പറയും. അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല. പറഞ്ഞതുണ്ടെങ്കിൽ തെളിയിക്കാൻ നൗഷാദിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തൊരു കളവാ പറയുന്നത്! എന്നിട്ട് എൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്ന കുറച്ച് കബളിപ്പിക്കലുണ്ട്. ഇരിക്കട്ടെ, എൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇതിന് ഞാൻ മറുപടി നേരത്തെ പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. മഹാന്മാരായ അയിമ്മത്തുകൾ പറഞ്ഞത് നമ്മൾ പഠിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കലാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പാരമ്പര്യം. അല്ലാതെ താങ്കളെപ്പോലെ അയിമ്മത്തുകൾ പറഞ്ഞത് പഠിപ്പിച്ചു ഉസ്താദുമാർ, അയിമ്മത്ത് പറഞ്ഞത് പഠിപ്പിച്ചു, അത് കിതാബ് മറിച്ച് കാണിച്ചു തന്നു, താങ്കളെ പഠിപ്പിച്ചു. പക്ഷേ പിന്നെ ഇതുപോലുള്ള കള്ളന്മാരുടെ അടുക്കൽ പോയപ്പോൾ ആ അയിമ്മത്തുകൾ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായി ഇത് പറയുന്ന അങ്ങനെയുള്ള അഹങ്കാരികളല്ല ഞങ്ങൾ. താങ്കൾക്ക് ആ അഹങ്കാരം ഉണ്ടായതുകൊണ്ടാണ്. ഞങ്ങൾ അങ്ങനെ അഹങ്കാരികളല്ല. ഇമാമുകൾ പറഞ്ഞത് എന്താണ് എന്നത് കൃത്യമായി നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ. വിശദീകരിച്ചതാണ് ഞാൻ. ഇനി എൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ചില തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട്. എല്ലാറ്റിലും തെറ്റിദ്ധരിപ്പിക്കൽ എന്നതുപോലെ പച്ച മലയാളത്തിലുള്ള എൻ്റെ പുസ്തകം പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. റസൂലിൽ നിന്നാണെന്ന് പറയപ്പെട്ട് കണ്ടാത് റസൂൽ തന്നെ, ഒരു വ്യാഖ്യാനം വേണ്ട എന്നതാണ് രണ്ടാമത്തെ വീക്ഷണം. എന്നിട്ട് ഇതിന്റെ അടുത്ത പേജ് കാണിച്ചു കൊടുക്കും, അതിൽ കാണാം കളവാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വപ്നം കാണുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെയെല്ലാം കാണാം എന്ന ചർച്ചയാണ് അവിടെയുള്ളത്. അത് 3 വീക്ഷണമുണ്ട് എന്ന് ഈ ചർച്ച തുടങ്ങിയത് മുതലേ ഈ മൗലവിയെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങളെ മുഴുവൻ വിശേഷണങ്ങളിലായി കാണുക. രണ്ടാമത്തെ വീക്ഷണം റസൂലുള്ളാഹിന്റെ ചില വിശേഷണങ്ങളിലായി കാണുക. അതിനെയാണ് ഞാൻ അവിടെ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി അറിയപ്പെട്ട രൂപത്തിലോ വിശേഷണത്തിലോ ആകട്ടെ ആകാതിരിക്കട്ടെ, അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണമായി അറിയപ്പെട്ട അവിടുത്തെ വസ്ഫുകളുണ്ട്. ആ മുഴുവൻ വസ്ഫുകളും ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാനവിടെ വിശദീകരിക്കുന്നത്. എൻ്റെ പുസ്തകം ഞാനല്ലേ പറയേണ്ടത്? അപ്പോൾ അതാ പറയുന്നത്, മുസന്നിഫീങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം മാത്രമാണ് ഈ മൗലവി പറയുന്നത്. അത് അറബി കിതാബിലാകട്ടെ, മുൻഗാമികളെ കിതാബുകളിലാകട്ടെ, മലയാളത്തിലുള്ള പുസ്തകത്തിലാകട്ടെ ഇയാൾക്ക് തോന്നിയ അർത്ഥമാണ് വെക്കുന്നത്. എൻ്റെ പുസ്തകത്തിൽ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഞാൻ ഇവിടെ നടത്തിയിട്ടില്ല. അതിൻ്റെ വിശദീകരണമാണ് ഞാൻ നൽകുന്നത്. എന്നിട്ട് ഞാൻ പറയാണ്, ഇതിന് ഈ രണ്ടാമത്തെ വീക്ഷണം ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാം വീക്ഷണമാണ് പ്രബലമായത്. മുൻഗാമികളും പിൻഗാമികളുമായ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ വീക്ഷണക്കാരാണ്. പ്രമാണത്തിൻ്റെ ശക്തമായ പിൻബലമുള്ളതും ഈ വീക്ഷണമാണ്. അഥവാ നബിയുടെ രൂപമായും വിശേഷണമായും കിതാബുകളിൽ പറയപ്പെട്ട രൂപത്തിലും
അല്ലാത്ത രൂപത്തിലും വിശേഷണത്തിലും എല്ലാം കാണൽ അനുവദനീയമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം നവവി, ഖാദി ഇയാദ്, ഇമാം ഖുർത്തുബി, അബൂബക്കർ അൽ അറബി തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ എല്ലാ വസ്തുക്കളും വേണോ, ചില വസ്തുക്കൾ മതിയോ എന്നതാണ് അവിടുത്തെ ചർച്ച. അപ്പം ഇത് നമ്മൾ നേരത്തെ വിശദീകരിക്കുന്നതാണ്. ഇനി ഇമാം സുബക്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം മനസ്സിൽ ഒരു ഇഅ്തിഖാദ് കിട്ടുന്നുണ്ടോ, ഉറപ്പ് കിട്ടുന്നുണ്ടോ എങ്കിൽ അത് റസൂലാണ്. അതിന് ആ വീക്ഷണപ്രകാരം ചില സംഭവങ്ങളും ഞാൻ നേരത്തെ വിശദീകരിച്ചു. മൗലവി ഓരോ പ്രസംഗത്തിലും നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ലല്ലോ, കാര്യമായിട്ടൊന്നും പറയാനില്ല, പറഞ്ഞതന്നെ പറഞ്ഞ് ആവർത്തനം തന്നെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളാണ് എന്ന് മനസ്സിൽ ഇഅ്തിഖാദ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ വീക്ഷണപ്രകാരമാണ് ഈ സംഭവങ്ങൾ അവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. പക്ഷേ മൗലവി സാഹിബിന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇനി വേറൊന്നും പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു വകുപ്പുമില്ല എന്ന് പൂർണ്ണമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇനി കുറേ കളവ്, പച്ചക്കളവ് എൻ്റെ പുസ്തകവും മറ്റൊക്കെ ഉദ്ധരിച്ച് പറയുക എന്നതാണ് ഇനി ഇദ്ദേഹത്തിന് മുമ്പിലുള്ള ആകെ വഴി. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് മൗലവി പറയുന്നു? അല്ലേ കറാമത്ത് നേരത്തെ ഇയാളെ കൊണ്ട് എഴുതിപ്പിച്ചത്, അതൊക്കെ വേറെ ആളല്ല, അയാൾ തന്നെ എഴുതിയതാണ്. നഫ്സുഹു, യാതൊരു തർക്കമില്ലേ, അദ്ദേഹം തന്നെ എഴുതിയതാ. എന്നിട്ട് മജൂസിയായ ആള് ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ട കഥ പറയാണ്. മുസ്ലിം പോലുമല്ല, സാധാരണക്കാരനായ ഒരാള് തന്റെ സഹോദരനായ മൂസയുടെ രൂപത്തിൽ ഹബീബായ തങ്ങളെ കണ്ടത് പറയാണ്. ഇത്ര അതെ, അതിന്റെ വിശദീകരണം പറഞ്ഞു. മൂസ അദ്ദേഹത്തിന്റെ സഹോദരന്റെ രൂപത്തിൽ കണ്ടത് ഇമാം സുബക്കി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണപ്രകാരം, ആ വീക്ഷണപ്രകാരമാണ് അതിന്റെ വിശദീകരണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതൊക്കെ. പക്ഷേ മൗലവി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദുര്യോഗമെന്നല്ലാതെ വേറെന്ത് പറയാനാ? ഇനി ഞാൻ ചോദിക്കട്ടെ മൗലവി, സ്വപ്നവുമായി ബന്ധപ്പെട്ട് താങ്കൾ 10-12 കൊല്ലമായി ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇപ്പോൾ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ കുരുവട്ടൂരിസം എന്ന് പറയുന്ന താങ്കളെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നതമായ ഹദറത്ത്, ആ ഉന്നതമായ ഹദറത്തിൻ്റെ അഭിപ്രായം ഇപ്പം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഒരു വസ്ഫുല്ല, ഇത് റസൂലാണ് എന്ന ഒരു തോന്നലുമില്ല. ഇതാണ് ഇമാമുകളുടെ 3 അഭിപ്രായം. ഇതൊന്നുമില്ല. പക്ഷേ എന്തേ ഉള്ളൂ, അന റസൂലുള്ളാ എന്ന് പറയുന്നേ ഉള്ളൂ. എന്നാൽ അത് റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? മൗലവി അന്നെന്താ പറഞ്ഞത്? പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ മൗലവിന്റെ ഉത്തരം എന്തായിരുന്നു? നമ്മളെ തർക്കം, ഒരാൾ വന്നിട്ട് പറയാണ്, സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു. അപ്പൊ നൗഷാദ് തന്നെ ആയിക്കോട്ടെ, നൗഷാദ് ഇങ്ങനെ വന്നുകാണ്ട് പറഞ്ഞു അന റസൂലുള്ളാ. കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് റസൂലാണോ, അന റസൂലുള്ളാ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവട്ടൂർ ശൈഖ് ഹക്കാണ് കേട്ടോ ഒന്നും കൂടി പറഞ്ഞു. എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല. റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. ഓ, കണ്ടില്ലേ എന്താണ് റസൂലുള്ളാഹിന്റെ ഒറ്റ വിശേഷണമല്ല നൗഷാദിന്റെ കോല കാണുന്നത്. പിന്നെ കുരുവട്ടൂരിസ ഹക്കാണെന്ന് പറയലോടുകൂടെ ഉറപ്പിച്ചോ അത് ശൈത്താനാണെന്ന് ഇയാളെ മനസ്സിൽ തോന്നുന്നുമില്ല. പക്ഷെ എന്തേ ഉള്ളൂ, വന്ന ശൈത്തോൻ പറയുന്നുണ്ട് അന റസൂലുള്ളാഹ് എന്ന് ഇങ്ങനെ കളവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് റസൂലാണെന്ന് ഉറപ്പിക്കണോ എന്നാണ് ചോദ്യം. അപ്പം മൗലവിന്റെ മറുപടി എന്തായിരുന്നു? ഉറപ്പായിട്ടും ഉറപ്പിക്കണം, നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇതിനെ നമ്മൾ നന്നായി കൈകാര്യം ചെയ്തു. മൗലവി നേരെ മലക്കം പറയുന്നു. ഇതായിരുന്നു ഇയാൾ 10-12 കൊല്ലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മൗലവി നമ്മുടെ ഗണ്ണനത്തിന്റെ ചൂടാണ്ട് അറിഞ്ഞപ്പോൾ മൗലവി പിന്നെ അത് നേരെ ഒഴിവാകാണ്. കേൾക്കൂ, ഞാൻ ഉണ്ടാക്കിയെന്ന് തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ഇല്ല ചിലതുമില്ല, അങ്ങനെ ഒരു ബോധ്യവും ഇല്ല. അത്രേ ഉള്ളൂ, ഉറപ്പിക്കണം എന്നാണ് ഇയാൾ പെരിന്തൽമണ്ണയിൽ പറഞ്ഞത്. ഇതാരാ പറഞ്ഞത്? ഒന്നുകൂടി കേൾക്കിയ ലാസ്റ്റ് ഭാഗം. പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞത്? അത് നൗഷാദ് പറഞ്ഞു.
പെരിന്തൽമണ്ണയിൽ വെച്ച് നൗഷാദ് പറഞ്ഞു. താങ്കൾ പറഞ്ഞില്ലേ, അയാൾ ചോദിച്ചില്ലേ വ്യക്തമായിട്ട്, റസൂലുള്ളാഹിന്റെ ഒറ്റ വിശേഷണവും ഇല്ല, മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും വരുന്നില്ല, പിന്നെന്തേ ഉള്ളൂ ഇയാൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധം എന്നല്ലേ താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ നേരെ മറിച്ചിട്ടു. ഏതാ മൗലവി ഇപ്പം നിങ്ങളെ മതേതാ? ഈ അവസരത്തിൽ നിങ്ങളുടെ മതമേതാണ്? സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് നിലപാടുകളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇമാമുകളുടെ കിതാബ് എടുത്ത് മറിച്ച് ഞങ്ങൾ വായിച്ചു വിശദീകരിക്കുമ്പോൾ താങ്കൾ അതിന് നേരെ കടകവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയത് മുഴുവനും വഞ്ചനയാണ്, കളവാണ് എന്നത് മനസ്സിലാക്കാൻ ഇതിലപ്പുറം പിന്നെ എന്ത് വേണം? ഇനി ഇമാം സുംഹൂദി തങ്ങളുടെ പേരിൽ പറയുന്ന കളവ്, സുംഹൂദി ഇമാം ചില അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചു, അത് ഞാൻ തിരുത്തുന്നു എന്ന് പ്രഖ്യാപിച്ചു. അത് പൂർണ്ണമായി? ഒരിക്കലും പൂർണ്ണമായിട്ടില്ല. ബഹുമാനപ്പെട്ടവരങ്ങനെ തിരുത്തിയിട്ടുമില്ല. നമ്മൾ വിശദീകരിച്ചതാണ്. സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വപ്നത്തിൽ വലാ അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്ന് ഇമാം സുംഹൂദി തങ്ങൾ വളരെ വ്യക്തമായി കിതാബിൽ പറഞ്ഞു. അത് സുംഹൂദി ഇമാം തിരുത്തിയിട്ടുണ്ട് എന്ന് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കളവ മൗലവി താങ്കൾ പറഞ്ഞത്. പച്ചക്കളവ് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ശക്തമായി ഗണ്ണിച്ചു. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല എന്ന് നമ്മൾ കിതാബ് വെച്ച് തെളിയിച്ചപ്പോൾ മൗലവി കുടുങ്ങി. അങ്ങനെയാണ് ഞങ്ങളെ താങ്കൾ അഥവാ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചത്. കയ്യെഴുത്ത് പ്രതി കൊണ്ടുവന്നു, കാണിച്ചു. അതോടുകൂടെ നിങ്ങളുടെ വാദം പൂർണ്ണമായി പൊളിഞ്ഞ് പാളീസായി. അപ്പോഴാണ് മൗലവി പറഞ്ഞത്, അതിൽ ഇന്തഹയുള്ള കയ്യെഴുത്ത് പ്രതി കൊണ്ടുവന്നാൽ ഇല്ലാത്തത് ഞാൻ കൊണ്ടുവരുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു, വെല്ലുവിളിയോടെ പറഞ്ഞിരുന്നു. എവിടെയാണ് ആ കോപ്പി? എവിടെയാണ്? ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ആ കോപ്പി. എന്തേ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? അന്ന് പറഞ്ഞത് കൊണ്ടുവരുന്നവ അയാൾ പറഞ്ഞതൊന്നും കൂടി കേൾക്കാം. ഇന്തഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കും. പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഇന്ന് വരെ ആ കോപ്പി കൊണ്ടുവന്നോ? റമദാനിന് ശേഷം ഇത്രയൊക്കെ ഇയാള് സംസാരിച്ചിട്ട് അൾജീരിയയിൽ നിന്നുള്ള ആ കോപ്പിയെക്കുറിച്ച് രണ്ടക്ഷരം ഇതുവരെ മിണ്ടിയോ? എന്തേ മൗലവി മിണ്ടാത്തത്? സുംഹൂദി ഇമാമിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കളവ് ഞങ്ങൾ കയ്യോടെ പിടികൂടിയപ്പോ ഇപ്പം മിണ്ടാതെ നടക്കുന്നില്ലേ? ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇതുവരെ പറഞ്ഞത് എല്ലാം തകർന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, 3 പിടി മണ്ണും വാരിയിട്ട് താങ്കളെയും താങ്കളുടെ ആ വാദത്തെയും ഞങ്ങൾ കുടിച്ചു മൂടിയിരിക്കുന്നു. അൾജീരിയയിൽ അങ്ങനെ ഒരു കോപ്പിയുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നിയോ? ഇത് ഏതാ കാലം? അങ്ങനെ കളവ് മാത്രം പറഞ്ഞ് ത്വരീഖത്താണ് പോലും കളവ് പറഞ്ഞ് അങ്ങനെ മഹാന്മാരുടെ പേരിൽ പച്ചക്കളവും ദുർവ്യാഖ്യാനവുമായി നടന്നാൽ ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ധരിച്ചുപോയോ താങ്കൾ? ഒരിക്കലും സാധിക്കൂല. ഇൻഷാ അല്ലാഹ് താങ്കളും താങ്കളുടെ കൂട്ടാളികളും ആളുകളെ പറ്റിച്ച് ലക്ഷങ്ങളും കോടികളും അവരെ കയ്യിൽ നിന്ന് വാങ്ങി ഇതുപോലുള്ള പരിപാടികൾ എവിടെ സംഘടിപ്പിച്ചാലും ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് ഇതുപോലുള്ള ചെറിയ രൂപത്തിലുള്ള മറുപടി തന്നെ ധാരാളമാണ്. അത് ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കാപ്പട്യവും നിങ്ങളുടെ വഞ്ചനയും തിരിച്ചറിയാൻ മാത്രം ബുദ്ധിയുള്ളവർക്ക് ഇത് ഉപകരിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്കളുടെയും കാഫിലക്കാരുടെയും കുതന്ത്രങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെട്ട് അവർ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ആഴം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അത്തരക്കാർ ഇതുപോലെ ഞങ്ങളെ വേദിയിൽ വന്ന് പറയേണ്ട അവസരം വന്നാൽ പറയുകയും ചെയ്യുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.